ഈ 2019 ഫയലുകൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ആ 2019 ഫയലുകളിൽ നിന്നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മെയിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ 2019 നടന്ന കൊള്ളയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പുറത്തു വരുന്നത്. അതുവരെ ആർക്കെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നോ? ഇങ്ങനൊരു കൊള്ള നടന്നുവെന്നോ, ഇങ്ങനൊരു മോഷണം നടന്നുവെന്നോ ആർക്കെങ്കിലും അറിവുണ്ടായിരുന്നോ? 2025 നവംബറിൽ ഈ ഫയൽ കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് എത്തുമ്പോഴാണ് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട സകല ഡീറ്റെയിൽസും പുറത്തു വരുന്നത്. ഞങ്ങളാണ് ആ ഫയൽ കൊടുത്തത്. ഞങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടായിരുന്നെങ്കിൽ, ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടായിരുന്നെങ്കിൽ ആ ഫയല് കൊടുക്കാതിരിക്കട്ടെ. അല്ലെങ്കിൽ ഫയലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഒളിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ പേപ്പറുകൾ മാറ്റണ്ടേ? ഞങ്ങൾ ഇങ്ങനെ ചെയ്തോ? ഞങ്ങളിതെല്ലാം ബഹുമാനപ്പെട്ട കോടതിയെ സമർപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒളിപ്പിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് തന്നെയാണ് ഗവൺമെന്റ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ കോടതിയോട് ആവശ്യപ്പെടണം, സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടണം. അങ്ങനെ ഞങ്ങൾ കൂടി ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി കോടതിയോട് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ SIT ടീമിനെ പ്രഖ്യാപിക്കുന്നത്. ഇതാണ് നടന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പിന്നെ അതിനുശേഷം ഒരു കൂട്ടപ്പൊരിച്ചിലായി. പിന്നെന്താ, പിന്നെ അയ്യപ്പ സംഗമം കഴിഞ്ഞ ഉടനെ പ്രസിഡന്റിന്റെ വിസിറ്റായി, സീസണായി, അന്വേഷണമായി, ഇങ്ങനെ പോകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊന്നും പഠിച്ച് നമുക്ക് വെരിഫൈ ചെയ്യാൻ, നിങ്ങളോട് ബ്രീഫ് ചെയ്യാൻ നമുക്ക് പറ്റാത്തത്. ഗൂഢാലോചനയാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, 2024 സെപ്റ്റംബർ 20-നാണ് 2024 സെപ്റ്റംബർ 20-നാണ് ബോർഡിന് മുന്നിൽ ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഫയൽ വരുന്നത്. അന്നൊരു ഭക്തന് ഇത് വാറണ്ടി ഉണ്ട്, ഒരു ഭക്തന് കൊടുത്തയക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിക്വസ്റ്റും ഈ കാര്യങ്ങളൊക്കെ വരുന്നത് 2024 20/9/2024 ആദ്യമാണ്. 30/10/2024 30/10/2024 ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിപ്രായം. അന്ന് വരുന്നത്, ആദ്യം വരുന്നത് ഒരു ഭക്തനെ കൊണ്ട് ഇതിന്റെ വാറണ്ടിയൊക്കെ അന്വേഷിച്ചത്, വാറണ്ടി ഉണ്ട്, ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. 30/10/2024 30/10/2024 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയൊക്കെ വാങ്ങി വാറണ്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു ഇത് വരുന്നു. ഞാൻ പറയുന്നത്, എന്റെ ഒരു ചോദ്യം, 30/10/2024 ഞങ്ങളുടെ മുന്നിൽ വരുന്നു. 2019 ഈ വിഷയമൊക്കെ നടന്നിരിക്കുന്നത്. എന്റെ ഒറ്റ ചോദ്യം, 2019 ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിജിലൻസ് SPയും അന്വേഷണ സംഘമൊക്കെ ഉണ്ട്. അവരുടെ ആരെങ്കിലും ഒരു റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് മുന്നിൽ വന്നിട്ടില്ല, ഞങ്ങളുടെ ബോർഡിന് മുന്നിൽ വന്നിട്ടില്ല. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചോ, ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ മങ്ങലിനെ സംബന്ധിച്ചോ, പ്രശ്നങ്ങളെ സംബന്ധിച്ചോ, കുഴപ്പങ്ങളെ സംബന്ധിച്ചോ, ഊറ്റലിനെ സംബന്ധിച്ചോ, മോഷണത്തെ സംബന്ധിച്ചോ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. അത് SPയുമായി ബന്ധപ്പെട്ട്, വിജിലൻസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുണ്ട്. ദേവസ്വം ബോർഡിന്റെ പിന്നെ സ്പെഷ്യൽ ഇത് തിരുവാഭരണ കമ്മീഷൻ, അദ്ദേഹമാണല്ലോ ഇതിന്റെ അതോറിറ്റി. ആ അന്നത്തെ ഉദ്യോഗസ്ഥൻ മുതൽ പിന്നെ ഇങ്ങോട്ട് 6 തിരുവാഭരണ കമ്മീഷണർമാർ വന്നു. അവരുടെ ഒരു റിപ്പോർട്ടും ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. ഈ സമയത്ത് ഞങ്ങൾക്കറിയില്ല, ഒരു പ്രയർ നോളജ് ഞങ്ങൾക്കില്ല. ഒരു പ്രയർ നോളജ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കില്ല. ഇങ്ങനൊരു പ്രയർ നോളജ് ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അത് അട്ടിമറിച്ചുകൊണ്ടാണ്, അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇത് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നമുക്കൊരു പ്രയർ നോളജും ഇല്ല. വന്നതെന്താ, ആകെ വന്നതെന്താ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന്റെ ഞങ്ങളുടെ മുന്നിൽ അന്നത്തെ ബോഡി യോഗത്തിൽ പരിഹരിക്കുമ്പോൾ വാറണ്ടി സർട്ടിഫിക്കറ്റോ, വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞു. വാറണ്ടി ഉണ്ട്, കാരണം വാറണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ അതിന്റെ പൈസ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ. 12 ലക്ഷം രൂപ ഇത് ചെയ്തെടുക്കുന്നതിന് കൂലിയാവുമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ, അങ്ങനെ ഈ മോഷണത്തെ കുറിച്ച് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പൊ വാറണ്ടി നഷ്ടപ്പെടും, ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും എന്ന് പറഞ്ഞിട്ടാണ്, വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ, ആ വാറണ്ടി തന്നെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തുവിടുന്നത്. പക്ഷെ അപ്പോഴും ഇതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ടും, ഒരു മോഷണത്തെ സംബന്ധിച്ച് ആർക്കും പൊതുസമൂഹത്തിന് പോലും അറിയില്ല. പിന്നെ പറഞ്ഞു തരുന്നത് എന്താ, ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടണം. അത് സഹിതമാണ് തിരുവാഭരണ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തത്,
അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പറ്റില്ല. അതൊരു മൂന്നാമത്തെ ആളുടെ കൈവശം കൊടുത്തുവിടാൻ പറ്റില്ല. അത് അതെങ്ങനെയാണ്? അറ്റകുറ്റപ്പണിക്ക് ചെന്നൈയിലെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം സ്മിത്ത്, വിജിലൻസ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുനഃസ്ഥാപിക്കുന്നതിന് തിരുവാഭരണ കമ്മീഷണർക്ക് ഉത്തരവ് കൊടുക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊന്ന് സ്പർശിക്കുവാനോ കാണുവാനോ പോലുമുള്ള അവസരം ഉണ്ടാക്കുന്നില്ല. 2019 അങ്ങനെയല്ല. 2019 ഇതെല്ലാം കൂടി ചാക്കിൽ കെട്ടി ഒരു കൃത്യമായ മഹസറില്ലാതെ ഒരു റെക്കോർഡിക്കലും ഇല്ലാതെ കൊടുത്തുവിടായിരുന്നു. ഒരു ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ഇല്ലാതെയായിരുന്നു കൊടുത്തുവിട്ടത്. 2025 അങ്ങനെയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കോടതിയെ അറിയിച്ചില്ല എന്നുള്ളതാണ്. ഈ 2023 ജൂൺ 30 ആണ് ഈ ഉത്തരവ് വരുന്നത്. ഈ ശബരിമല ക്ഷേത്രത്തിനുള്ളിലെ സ്വർണം, വെള്ളി, ഉരുപ്പടികൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കണമെന്നുള്ള കോടതി ഉത്തരവ് വരുന്നത് ജൂൺ 30 2023 ജൂൺ 30. അപ്പൊ ഞങ്ങളുടെ ബോർഡ് അധികാരത്തിൽ വന്നിട്ടില്ല. ഞങ്ങളുടെ ബോർഡ് അധികാരത്തിൽ വരുന്നത് നവംബറിലാണ്, 23 നവംബറിലാണ്. അപ്പൊ ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരോട് എന്തുകൊണ്ട് നിങ്ങൾ ഇത് വിശദീകരണം ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞത് ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു. തിരുവാഭരണം കമ്മീഷൻ ഓഫീസിൽ ഇത്തരം ഒരു കോടതി വിധിയുടെ കോപ്പി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ ചോദിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞത് ഞങ്ങളുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ബോർഡിലെ ലാ ഓഫീസറോട് ചോദിച്ചു. ലാ ഓഫീസർ പറഞ്ഞത് 2023 ഈ പറയുന്ന ഒരു സർട്ടിഫൈഡ് കോപ്പി നാളിതുവരെ സ്റ്റാൻഡിംഗ് കമ്മീഷൻ ഓഫീസിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സത്യത്തിൽ നമ്മൾ അവസാനം കൊടുത്ത ഉത്തരവ് എന്താ? ഞങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഉത്തരവ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ചട്ടപ്രകാരം എല്ലാ ഉത്തരവാദിത്വങ്ങളും നിർവഹിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ചട്ടപ്രകാരവും എല്ലാ ഉത്തരവുകളും നടപടികളും പാലിച്ചുകൊണ്ട് വേണം ഇത് കൊണ്ടുപോകാനെന്നാണ് നമ്മുടെ ഉത്തരവ്. ഏറ്റവും അവസാനത്തെ ഉത്തരവാണ് ഞാൻ വായിക്കുന്നത്. സൂചനാ റിപ്പോർട്ടുകൾ പരിഗണിച്ച് ശബരിമല ദേവസ്വത്തിൽ ശ്രീകോവിലിന് മുമ്പിലെ ചെമ്പിൽ പൊതിഞ്ഞ സ്വർണം പൂശിയിട്ടുള്ള ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങുപീഠം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ താങ്കളുടെ മേൽനോട്ടത്തിലും തിരുവാഭരണ കമ്മീഷന്റെ മേൽനോട്ടത്തിലും സൂപ്രണ്ട് ഓഫ് വിജിലൻസ് സാന്നിധ്യത്തിലും ശബരിമല ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ദേവസ്വം സ്മിത്ത് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് നടപടിക്രമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ചെലവിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോകണം. അതിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണം, അന്ന് എനിക്ക് 29 ഗ്രാം സ്വർണം മാത്രമേ ഉള്ളൂ അത് പൂശിയെടുക്കുന്നതിന്. അങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ചട്ടങ്ങളും നിബന്ധനകളും എല്ലാം പാലിച്ചു കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അതിലെല്ലാം ഇത് ഇൻക്ലൂഡിംഗ് ആണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അറിയിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇത് പാലിച്ചല്ലേ കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന്റെ ആദ്യം തീരുമാനിക്കുന്ന സമയത്ത് ഒരു പ്രയർ നോളജ് ഞങ്ങൾക്കില്ല, ഈ വാറണ്ടി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കണ്ടിട്ടില്ല. ആകെ ഉള്ളത് ഇത് കൊടുത്തുവിടണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ എല്ലാ ചട്ടങ്ങളും പാലിച്ചു തന്നെയാണ് ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാ ഉത്തരവുകളും കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരാണ് ഇവരെ അറിയിക്കേണ്ടത്. ഇനി ഇതിൽ ഒരു ഉദ്യോഗസ്ഥ വീഴ്ച മാത്രമാണ് വന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പ്രയർ നോളജുമില്ല. പിന്നെ ഗൂഢാലോചന, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞാൻ ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ. ഒറ്റ തവണ 2023 നവംബറിൽ ഞാൻ ചാർജ് എടുത്ത് അവിടെ ചെല്ലുമ്പോൾ ആ എക്സിക്യൂട്ടീവ് ഓഫീസിൽ വെച്ചാണ് കാണുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസിൽ വെച്ച് മറ്റെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടുത്തെ നെയ്യഭിഷേകവും എന്തോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 3-4 കോള് മാത്രമേ, 4-5 കോൾ മാക്സിമം ഇതുവരെ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. അത് തന്നെ ഏതാണ്ട് 30 സെക്കൻഡ് 1 മിനിറ്റ് താഴെയാണ്. ഇതിനിടയിൽ ഈ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഇത്ര ആളുകളുടെ സാന്നിധ്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഗൂഢാലോചന നടത്തുന്നത്? ഞാൻ ഒറ്റത്തവണ കണ്ടിട്ടുള്ളൂ അയാളെ. ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളിനെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലെന്ന് വരെ ടി വിയിൽ വരുമ്പോഴാണ് അതൊക്കെ കാണുന്നത്. പങ്കജ് ഭണ്ഡാരിയെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഈ വാർത്തകളിലൊക്കെ വന്ന് ഇപ്പോ ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്തെങ്കിലും ഒരു താല്പര്യം വേണ്ടേ? 2019 കൊള്ള മറയ്ക്കാനാണ് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ജഡ്ജ്മെന്റ് ഞങ്ങൾ കൂടാതെ 2019 ഞാൻ കോൺഗ്രസ് നയിക്കുകയാണ്. 2019 ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. എനിക്കെന്താ ബാധ്യത? ഞാൻ പറയുന്നത്, ഈ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസ്പിറൻസി ഉണ്ടെങ്കിൽ ഈ 2019 ഫയലുകൾ ഞങ്ങളല്ലേ കൊടുക്കുന്നത്. ആ ഫയലുകൾ കൊടുക്കാതിരുന്നാൽ പോരെ? ആ ഫയലുകളിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ആ പേപ്പറുകൾ മാറ്റിയാൽ പോരെ? നമ്മളത് ചെയ്തില്ലല്ലോ. ഞങ്ങൾ കൃത്യമായിട്ടല്ലേ ഞങ്ങൾ കൊടുത്തത്. കാരണം കോടതി ഒരു ഫയൽ ആവശ്യപ്പെട്ടാൽ കൊടുക്കണം.
പിന്നൊരു എന്റെ ചോദ്യം, ഈ 25 ഞങ്ങൾ ഈ ഫയൽ കൊടുത്ത് കോടതിയുടെ നേതൃത്വത്തിൽ SITയുടെ നേതൃത്വത്തിൽ ഇതൊക്കെ പുറത്തു വരുമ്പോഴാണല്ലോ പൊതുസമൂഹം അറിയുന്നത്. അങ്ങനെയല്ലേ? വേറെ ആരെങ്കിലും നിങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ ഇതുപോലൊരു സ്വർണ്ണമോഷണത്തെ കുറിച്ച്? ആകെ ഉണ്ടായിരുന്ന വാറന്റിയാണ്. ആ വാറന്റി സർട്ടിഫിക്കറ്റ് പോലും ഞങ്ങളുടെ ബോർഡ് പരിഗണിക്കുമ്പോൾ വന്നിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിലൊരു ഒരു ഒരു പ്രയർ നോളജ് ഞങ്ങൾക്കില്ല. ഇതിൽ ആരുമായും, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടോ ഗോവർദ്ധനുമായിട്ടോ പങ്കജമുണ്ടായി, ഇതൊക്കെ ഗോവർദ്ധനും പങ്കജമുണ്ടായൊക്കെ ഈ പിന്നീട് ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്.